ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതും എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ 2 കിലോ ചിക്കനാണ് മേടിച്ചത്. അതിൽ 1/2 കിലോ ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അമ്മൂട്ടിക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ചിക്കനാണിത്. ഇത് നന്നായിട്ട് കഴുകി എൻ്റേതായ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു ഫ്രണ്ട്സ്. എനിക്ക് വലുതായിട്ട് കട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല, കുഞ്ഞു കുഞ്ഞു കട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയുണ്ട്, കുറച്ച് മുളക് പൊടിയുണ്ട്, കുറച്ച് മല്ലിപ്പൊടിയുണ്ട്. മുളക് പൊടി എന്ന് പറയുമ്പോൾ സാധാ മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട്, പിന്നെ കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടും കൂടെ എടുത്തിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം, ഇളക്കണം എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് നമ്മൾ ഈ മസാല പിടിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കണം. 10 മിനിറ്റൊക്കെ ഒന്ന് വെച്ചിരുന്നാൽ അതിലോട്ടങ്ങ് പിടിക്കും കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉള്ളി എടുക്കാം. ഉള്ളി ഞാൻ സവാളയാണ് എടുത്തത്. ഒരു 1.5 സവാള എടുത്ത്. ഒത്തിരി സവാള എടുത്താൽ മധുരമായി പോവും. അതുകൊണ്ട് ഇത്തിരി സവാള എടുത്തു. അതിൽ 2-3 പച്ചമുളകുണ്ട്. ഒരു തക്കാളിക്ക് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇഞ്ചി എടുത്തു, വെളുത്തുള്ളി എടുത്തു. ഇതെല്ലാം എടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ മിക്സിയിൽ ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കിയില്ല ഫ്രണ്ട്സ്. ഇങ്ങനെ ഈ രീതിയിൽ ഞാൻ ആക്കി എടുത്തുള്ളൂ കേട്ടോ. എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിത്തിരി ചിക്കനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നാടൻ വെളിച്ചെണ്ണയാണ് ഫ്രണ്ട്സ് ഇത്. അത് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഈ ഉള്ളി, പച്ചമുളകും ഉള്ളിയും കൂടെ ആദ്യം ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് വരും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഫ്രണ്ട്സ്, വീട് റോഡ് സൈഡിനാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോകുന്നതുകൊണ്ടാണ് ഒരു സൗണ്ട് വരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. എപ്പോഴും വണ്ടി പോക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത് കേട്ടോ. അതിനെ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഫ്രണ്ട്സ്. ഇളക്കി കൊടുത്തതിന് ശേഷം സിമ്മിലാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചേക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത് നോക്കണം. എടുത്ത് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം, അപ്പോൾ തക്കാളിയും ഉള്ളിയും ആ പച്ചമുളകും കൂടെ നന്നായിട്ട് വഴണ്ട് വരും കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം സിമ്മിൽ തന്നെ ഇട്ടേക്കുക. എന്നതിന് ശേഷം അതെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച വെള്ളുള്ളിയും ഇഞ്ചി പേസ്റ്റും കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫ്രണ്ട്സ്. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, അത് കണ്ടോ, അത് ഇങ്ങനെ ആവണം കേട്ടോ ഫ്രണ്ട്സ്. ഈ കാണിച്ചിരിക്കുന്ന കണക്കാവണം. ആക്കിയതിന് ശേഷം നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മിക്സായി, നന്നായിട്ട് മിക്സായി നല്ലതുപോലെ ആയിട്ടുണ്ട് കണ്ടോ. അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട്, വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, എല്ലാം കൂടെ പാകം മസാലയിലിട്ട് വെച്ചിരുന്നൊരു ചിക്കൻ ഒരു 5-10 മിനിറ്റ് ഞാൻ വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച്, വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒത്തിരി ഒന്ന് ഒരു 5 മിനിറ്റോളം വെച്ചേക്കണം കേട്ടോ. അടച്ച് വെച്ച് തന്നെ വെച്ചേക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അതൊന്ന് വേഗത്തില്ല എങ്കിലും ഒരുവിധമായി അതിലുള്ള വെള്ളമെല്ലാം അതിനകത്തായി മിക്സിയായി നല്ലപോലെ വരും കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാൾ വന്ന് ഇവിടെ ചിക്കൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന്റെ സന്തോഷമോ? ഓഹോ, കണ്ടോ, ഡാൻസ് ഒക്കെ കളിച്ച് എന്തൊക്കെ ചെയ്യുന്നു നോക്കി ഫ്രണ്ട്സ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ. ഇത് എക്സാമും കൂടെയാണ്. എന്നിട്ടാണ് ഇവിടെ വന്ന് കഴിക്കണം. അതിൻ്റെ കൂടെ ചിക്കൻ കഴിക്കുന്ന, പിന്നീട് ചോറ് കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ വന്ന്. ചിക്കൻ തിന്നിട്ട് ഇനി പോവുള്ളൂ പഠിക്കാനും എന്തിനു വേണ്ടിയിട്ടും. അത്രയ്ക്കും ഇഷ്ടമാണ് ഫ്രണ്ട്സ് ചിക്കൻ എന്ന് വെച്ചാൽ. ചിക്കൻ ഫ്രൈ, ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. കണ്ടോ, ഇനി നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ താണ്ട് ഇങ്ങനെ ആയി കണ്ടോ ഫ്രണ്ട്സ്. കണ്ടോ, ഈ രീതിയിലായിട്ടുണ്ട് കേട്ടോ. വെന്ത് എല്ലാം ഒഴിച്ച് എല്ലാം റെഡിയായി. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം.
നന്നായിട്ടൊന്ന് പച്ചവെള്ളം ഒഴിക്കി നന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് ഉപ്പുണ്ടാന്ന് നോക്കിക്കൊള്ളണം ഫ്രണ്ട്സ്. ഉപ്പുണ്ടാന്ന് നോക്കിയതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവാൻ പാകത്തിന് വെച്ച് കൊടുക്കണം. ഒരു സിമ്മിലല്ലേ ഇട്ടിരുന്നത്, അതൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. കൂട്ടി വെച്ച് നോക്കിയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ പറ്റി ഇത്ര ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ മസാല തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കുക, എല്ലാം പിടിക്കണം പാകത്തിന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്നും കൂടെ ഒന്ന് ഉപ്പ് നോക്കിക്കൊള്ളണേ, പാകത്തിന് ഉപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. നോക്കിയതിന് ശേഷം കണ്ടോ നന്നായിട്ട് ഇളക്കി ഒന്ന് കൂടെ അടച്ച് നമുക്കൊന്ന് വെക്കണം. എന്നുവെച്ചാൽ ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷമേ നമുക്കിനി തുറക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇതെങ്ങനെ ഇരുന്നു കണ്ടോ. അടച്ചു വെച്ചതിന് ശേഷം അത് തുറന്ന് അപ്പോൾ ഒത്തുകൂടെ വെള്ളം അങ്ങ് പറ്റിയ ശേഷം കുറച്ച് മല്ലി ഇല കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെട്ട് ചെയ്ത് വെച്ചിട്ട് മല്ലിയില ഉണ്ടോ അതിനകത്തൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം കണ്ടോ. അപ്പോൾ എല്ലാം വറ്റി എല്ലാം പാകത്തിനായി ഗ്രേവി പോലെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നല്ലതായിട്ടുണ്ട്. ഈ ഉപ്പൊക്കെ നോക്കി നല്ലതായിട്ട് നോക്കിയിട്ട് നമുക്കൊന്ന് ഇറക്കി വെച്ച് നോക്കാം. ഇറക്കി വെച്ച് കാണിച്ചു തരാം കണ്ടോ ഫ്രണ്ട്സ്. നല്ലതായിട്ട് വെന്ത് നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ. ഇപ്പം ഞാനൊരു ടിപ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, കണ്ടോ ഉപ്പ് നോക്കുന്നതാ വന്നിരുന്ന് എടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ് നോക്കി എല്ലാം കഴിഞ്ഞ് ഓക്കെ ആണെന്ന് പറഞ്ഞ് പോയി. ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.